കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശം ഇല്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ അറിയാൻ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയുന്നത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകലസൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തല്ലോ. കഴിഞ്ഞ ദിവസം UK മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി ദൂരേന്ന് ആളുകൾ വന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ വളരെ ദൂരേന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ പ്രത്യേകിച്ച് ഈ ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് വന്നവരും അല്ലാതെ അവിടെ കൂടി വന്നവർ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്ന ഒരു തുടക്കമാണ് നമുക്ക് ആ ദേശത്തിലെ പ്രാർത്ഥന. ആ ദേശത്തിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചതുപോലെ ഒരു മൾട്ടി കൾച്ചർ അനോയിൻറ്റിങ്ങിനെ ദൈവം പകർന്നതിൻ്റെ അതിൻ്റെ ഒരു ഔട്ട് പോറിംഗ് ആണ് ദൈവാത്മാവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ പിന്നെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആശാസ്ത്ര കേൾക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്കിന്ന് തുടർച്ചയായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഒരു നിമിഷം. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് എത്ര സ്റ്റോറിനെ 19:20-21. ഓക്കെ. അതിന് 19 ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ വെച്ച്, നിങ്ങളുടെ വചനം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഭൂമിയിൽ വെച്ച് 2 പേർ, നോക്കിയ ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് കർത്താവിനോട് എന്ത് ചോദിച്ചാലും അത് ലഭിക്കും എന്ന് വചനത്തിൽ പറയുന്നു. It says here on the 19th verse that truly I tell to you that 2 of you on earth agree about anything they ask, it will be done by my Father in heaven. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെടുക. You can look at here that earth agree, says 2 verses like earth and agree. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കറിയാം ഐക്യത എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതാണ്. Unity is from God. നമുക്ക് ഈ യൂണിറ്റിയെ പറ്റി ഒരു വാക്യം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് വരാം. അപ്പൊ ഈ വാക്യം ശ്രദ്ധിച്ചോണം. അതിന്റെ 20ാമത്തെ വാക്യം പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ വരും. In my name, if 2 or 3 gather there, in middle of that I will be there. നിങ്ങൾ നോക്കുക, കർത്താവ് പറയുകയാണ് 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ വരും എന്ന് 20ാമത്തെ വാക്യത്തിൽ പറയുന്നു. It is said in the 20th verse that 2 or 3 agree in my name, I will be there in the middle. നിങ്ങൾ നോക്കുക, അപ്പൊ താഴത്തെ വാക്യത്തിൽ പത്രോസ്ലീഹ പറഞ്ഞപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരനോട് എത്ര വട്ടം പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണമെന്ന് ചോദിച്ചു. The next verse is by Peter is asking, how many times should I forgive my brother? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. Is it enough to 7 times? അപ്പൊ യേശുവിന്റെ മറുപടി 7 അല്ല 70 വട്ടം എന്ന് എന്നോട് പറഞ്ഞു. Then Jesus is saying not 7 times, 77 times. അതിന്റെ അർത്ഥം 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. It's not like you should only forgive 70 times. ആ വ്യക്തിയോട് നമ്മൾ എപ്പോഴും സ്നേഹത്തിലായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. That means we have to be always in love with that person. അപ്പൊ കർത്താവ് നമ്മളെ കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐക്യത, അല്ലെങ്കിൽ ഞാൻ ഈ ഐക്യത്തിലോട്ടൊന്ന് വരാം. 133 സങ്കീർത്തനത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു എന്ന് പറഞ്ഞത്. In Psalms 133 it says, how good and pleasant is the God's people to live together in unity. അത് വസ്ത്രത്തിന്റെ വിളുമ്പലിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്കും, it is like a precious oil poured on the head running down the beard. അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയാകുന്നു. Running down the Aaron's beard down to the collar of his robe.
സിയോൻ പർവ്വതത്തിൽ ചെയ്യുന്ന ഹെർമോൻ മഞ്ഞ് പോലെയാകുന്നു. It is like a dew of Hermon in the Mount Zion. അടുത്ത വാക്യം പറഞ്ഞ അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. That is where the Lord bestows his blessing, even life forevermore. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും അടുത്ത വാക്യം നോക്കണം, അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും വെച്ചിരിക്കുന്നത്. So you can see here that is where the blessing and life forevermore. നോക്കുക, സഹോദരന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്നത് ഏറെ നല്ലത്. So if we join together all the brothers in the unity is much better. യേശുക്രിസ്തു പറഞ്ഞു, ഭൂമിയിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട്, നോക്കിയ വാക്കുണ്ട്, ഭൂമിയിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട് എന്ത് ചോദിച്ചാൽ, അങ്ങനെ വാക്യം, ഭൂമിയിൽ വെച്ച് രണ്ടുപേർ, if two of you on earth agree about anything they ask for, ഐക്യമത്യപ്പെട്ടാൽ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. it will be done by the Father. അപ്പൊ ഐക്യതയ്ക്ക് വലിയൊരു പങ്കുണ്ട് വിശ്വാസ ജീവിതത്തിൽ. There is a very big it's a precious thing called unity. അപ്പൊ നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ആയിക്കോട്ടെ, എപ്പോഴും ഓർത്തണം, ഐക്യതയെ കെടുത്തുന്നത് ദൈവാത്മാവല്ല. Even in family or in the church or anywhere, if unity is broken, that is not from the Spirit of God. നമുക്ക് ഐക്യമത്യപ്പെടുക. You see here unity. ഞാൻ ഈ യൂണിറ്റി എന്നുള്ള വാക്ക് അതിന്റെ എബ്രായ പദം നോക്കിയ സമയത്ത് അവിടെ കണ്ടിരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നത് പോലെ, ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ. In Hebrew, when I looked, unity means it's like how husband and wife come together. അവർ ഒരുമിച്ച് ജീവിക്കുന്നത് പോലെയാണ് ആ വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. It is the same as if they are living together like a husband and wife. നമുക്കറിയാം, ഹസ്ബൻഡും വൈഫും ഒരേ രണ്ട് ശരീരമാണെങ്കിലും അവർ ഒരു അതായത് ഒരു ഐക്യതയോടാണ് അവർ പോകുന്നത്, അല്ലെ, ഒരു കുടുംബത്തിൽ ഐക്യതയോടാണ് അവർ പോകുന്നത്. Even if the husband and wife is two body, they are one together, one flesh, and they go together as an unity. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നാൽ അവിടെ കലഹം ഉണ്ടാവില്ല, അവിടെ ഐക്യത ഉണ്ടെങ്കിൽ ഏകാഭിപ്രായം വരും. If there is two issues, if there is two matters, decisions or anything, then there will be a split there. അപ്പൊ ഇതേപോലെ കർത്താവ് പറയുകയാണ്, ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും കർത്താവ് തരും. So God is saying, if you agree and be in unity, if you ask anything, it will be given. അപ്പൊ യൂണിറ്റിക്ക് ഭയങ്കര ശക്തിയുണ്ട്. So the unity has a power. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനം എടുക്കണ്ട, കൊരിന്ത്യ ലേഖനം വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞ ചിലർ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ചിലർ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കാണാൻ പറ്റും അവിടെ. In Corinthians he says one is Apollos, one is Apollos, and there is division there. അപ്പൊ ഇതേപോലെ നിങ്ങൾ നോക്കുക, അപ്പൊ ക്രിസ്തുവേശുവിന്റെ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് ഒന്നായി എന്നുള്ളതാണ്, ഐക്യമത്യപ്പെടുക എന്നുള്ളതാണ്. In Christ Jesus, his plan is to become one, like unity. നമ്മൾ നോക്കിയോണം, ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇരുപക്ഷത്തെയും തന്നെ, 14 മുതൽ വായിക്കാം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. So in 14, for himself is our peace, we have made the two groups one as he destroyed the barrier and dividing the wall of hostility. നമ്മൾ പലപ്പോഴും ബ്രദറെ സിസ്റ്റർ എന്നൊക്കെ പലപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്, അല്ലേ? We usually call brother sister. അപ്പൊ എന്താണ് ഈ ഞാൻ എപ്പോഴും പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബ്രദറെ എന്ന് വിളിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം. I like calling brother. ഞാൻ ഇന്നാളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഞങ്ങൾ വെയിൽസിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ കൊറിയയിൽ നിന്ന് വന്ന ഒരു മിഷണറി ടീം സംസാരിച്ച കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, അല്ലേ? Yeah, I usually say this example of when we went to Wales and there was a Korean family who visited. അപ്പൊ ഞങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നമ്മൾ എല്ലാവരും സഹോദരന്മാരാണ്. There he told me one thing, that we are all brothers. അതായത് ഞാൻ ആ വ്യക്തിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. I have never seen him before. രണ്ട് രാജ്യത്തിലുള്ളവരാണ്. We are in two countries. പക്ഷെ ആ വ്യക്തി എന്നോട് പറയണം, നമ്മൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നമ്മൾ സഹോദരന്മാരാണ്. He hugged me and told me that we are brothers. അപ്പൊ എങ്ങനെ നമ്മൾ സഹോദരന്മാരായി? How can we become brothers? കാര്യം ഇദ്ദേഹം എന്റെ കൂടെ ജനിച്ച ആളല്ല. He has not born within my family. എന്റെ കസിൻ അല്ല. He is not my cousin. എനിക്ക് ഈ വ്യക്തിയെ അറിയത്തില്ല. I do not know him. പിന്നെ എങ്ങനെ കസിനായി, എങ്ങനെ ബ്രദറായി? Then how did he become a brother? ഈ ഒറ്റ വാക്യം മനസ്സിലാക്കിയാൽ മതി. കർത്താവ് ഇരുപക്ഷത്തെയും കർത്താവ് ഒന്നാക്കി.
So that's only thing we have to understand, the two groups, he make it one. ഇവിടെ ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് വാക്തത്വമുള്ള യഹൂദനും വാക്തത്വമില്ലാത്ത ജാതികളായ നമ്മളും. There's two things. One is the Jew, which do not have the which do not have the promises. Gentiles. And the other one is the Gentiles with the promise. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് പക്ഷത്തെ ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കിയത് എങ്ങനെയാന്ന് നമുക്ക് പഠിക്കാം. Two groups when become together, let's study how it is made together. പിശാചിന്റെ ആഗ്രഹം ഐക്യത കെടുത്തുക എന്നുള്ളതാണ്. The devil's plan is to make it destroy the unity. നിങ്ങൾ ആ വാക്ക് കണ്ടോണേ, ഐക്യത ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും കിട്ടും. So you can look here that if there is unity, you can get anything. നോക്കുക, ഐക്യത ഉണ്ടെങ്കിൽ ദൈവത്തോട് എന്ത് ചോദിച്ചാലും തമ്പുരാൻ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. If there is unity, if we ask for God for anything, we will get it. എന്താണ് ഈ യൂണിറ്റിക്ക് ഇത്രയും പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്? Why is unity so important? നമ്മൾ സങ്കീർത്തനം 133 വായിച്ചപ്പോൾ ഒരു വാക്കുണ്ട്, അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ഇരിക്കുന്നത്. In the Psalms 133 we said there is the blessing of the Lord. അവിടെയാണ് ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. There is life forevermore. നോക്കിക്കേ, അപ്പൊ ഇത് രണ്ടും ഇരിക്കുന്ന യൂണിറ്റിയിലാണ്. These both are in the unity. അപ്പൊ യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? ഇരുപക്ഷത്തെ താൻ ഒന്നാക്കി. So when Jesus came, he made these two groups into one. അതിന് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇരുപക്ഷത്തെ തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. So he made with his commandments, he made the new humanity out of the two into one. നിങ്ങൾ നോക്കി, ക്രിസ്തുവിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പലപ്പോഴും പറഞ്ഞു, നമ്മൾ തമ്മിൽ മുൻപരിചയങ്ങളൊന്നുമില്ല, നമ്മളൊരു കുടുംബക്കാരല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പിരിയാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് വന്നോ ഇല്ലയോ? എല്ലാവരും തമ്മിൽ we don't know each other, we don't have any relationship, but we are so close together that we cannot be separate. എത്രയൊക്കെ അങ്ങനെ ഫീൽ ചെയ്തു? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് നമ്മൾ കോട്ടയത്ത് പ്രാർത്ഥന വെച്ച സമയത്ത് അവിടെ ചില സഹോദരന്മാരെ ഞാൻ കാണാൻ ഇടയായി തീർന്നു. ആ സിസ്റ്റർ മ്യൂട്ട് ആയി പോയേ. When in the Kottayam when there was a meeting, I saw some brothers. അപ്പൊ ഞാൻ നമുക്കറിയാം, നല്ല ദൈവകൃപയാൽ തിരക്കായിരുന്നു. നമ്മളെ ദൈവം വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു ഓവർഫ്ലോ ഇവിടെ ഉണ്ടായിരുന്നു. We were a lot of people because God blessed us. അപ്പൊ ഞാൻ അവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറേ സഹോദരന്മാർ അവിടെ നിൽക്കുക. We were praying for all of them and there were a lot of people. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളല്ലോ, മുമ്പോട്ട് വരാൻ പറഞ്ഞു. I said that I want to pray for you, come forward. അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും പ്രാർത്ഥിക്കാനില്ല എന്ന് പറഞ്ഞു. They said I don't have anything to pray for. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു, നമുക്കൊന്ന് ജസ്റ്റ് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറയാനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. If you have any personal prayer requests, I asked. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഒരു പ്രാർത്ഥന വിഷയമില്ല, ബ്രദറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. So they said that we do not have anything to pray for, we just came to see you. അപ്പൊ അവർ പറയുന്നു, അവർക്ക് അറിയത്തില്ല, ഒരു സന്തോഷം. They were happy about it. അപ്പൊ ഞാനും പറഞ്ഞു, നിങ്ങളെ കാണുന്നത് എനിക്ക് ഒരു സന്തോഷമാണ്. I am also happy when I see you. അപ്പൊ അവർ പറഞ്ഞ വാക്ക് ഇതാണ് എന്റെ മനസ്സിൽ തട്ടിയ കാര്യം. കാരണം വെച്ചാൽ നമ്മൾ തമ്മിൽ മുൻപരിചയങ്ങളോ വ്യക്തിപരമായിട്ട് പേരുകളോ പോലും അറിയത്തില്ല, പക്ഷെ ദൈവം തന്നൊരു സ്നേഹബന്ധം. We do not know each other, we don't know anybody's name, but we have a love that God gave us. ആ ഒരു സ്നേഹബന്ധം നമുക്ക് വരാൻ കാരണം, ഇനി കേട്ടോണേ, that love came because കർത്താവിൽ നമുക്കൊരു പുതു മനുഷ്യനാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നു. Because God made us one in Christ. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. So there in the cross he put the death of the enmity on the cross. അവൻ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. He reconciled both of them to God through cross. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷീകരിച്ചു. He preached peace to you who is far away and to peace to who was near. അതായത് അടുത്തുള്ളത് യഹൂദരും അകന്നിരിക്കുന്നത് നമ്മളായ ജാതികൾ അഥവാ ജെന്റൈൽസ് ആയിരുന്നു നമ്മളും. Who is near is Jews and the far are Gentiles. അടുത്ത വാക്യത്തിൽ പറയും, ഇതാണ് ഞാൻ പറഞ്ഞ സ്നേഹം. എന്താ? യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ഇരുപക്ഷക്കാരെയും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനം ഉണ്ടായി. This is the love that I told you, that we have access to the Father by one Spirit.
കണ്ടു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ, യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ടോ എന്നിങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാവോ? How can we know there is a fruit of Holy Spirit in you? നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ ഇടയായി തീർന്നു, കേരളത്തിൽ പത്തനംതിട്ടയിൽ ഒരു സഭയിൽ ഒരു ദേവദാസനുമെതിരെ വലിയ വിഷയങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി തടയുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും വാർത്തയെ കണ്ടല്ലേ? We saw the problem that was happening in Pathanamthitta, where there was a issue with the prayer meetings. They were closing the prayer meetings. ഞാനത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, സഭയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ തുടങ്ങുന്ന എല്ലാത്തിനെയും ഇടിച്ചു കളയാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അല്ലേ? I was sad and I was praying that everything that is blocking the prayer meeting should be destroyed. വ്യക്തിപരമായിട്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ടായിക്കോട്ടെ, There was a lot of, maybe there was an issue personally. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ആരാധിച്ചവരെ കളിയാക്കിയും പരിഹസിച്ചും സഭയെ കുറ്റപ്പെടുത്തിയും ഒത്തിരി രീതിയിൽ പരിഹസിക്കുന്ന കമന്റുകൾ ഞാൻ കാണാനിടയായി തീർന്നു. In the social media, I saw a lot of people were accusing them for a lot of things. 90% വിശ്വാസികൾ തന്നെയായിരുന്നു. In that, 90% of them were believers. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, സഹോദരന്റെ ഒരു വിഷം വരുമ്പോൾ സഭ നോക്കിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ആ വേദന ഉണ്ടാവും. So when there is a trouble in a church, we should not be looking at which church they are. അത് ഏത് സഭയായിക്കോട്ടെ, ലോകത്തിൽ ഏത് സഭയായിക്കോട്ടെ, it doesn't matter what church in any part of the world. നമ്മൾ സഭ നോക്കിയല്ല സ്നേഹിക്കുന്നത്. We don't look at church and love. ചിലരുണ്ട്, ഞാൻ പറയും, ഈ ഏകാത്മാവ് എന്നുള്ള വാക്ക്, പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ഏകാത്മാവുള്ള നിങ്ങൾ, you can see here the one spirit. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവിടെ ഐക്യതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ, പ്രവൃത്തി ഉണ്ടെങ്കിൽ, when there is a fruit of the Holy Spirit, there is always unity. എനിക്കറിയാം, എനിക്ക് എന്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ എന്റെ കൂടെ പലപ്പോഴും ഒത്തിരി ആളുകൾ പലപ്പോഴും നന്നു പോയി നിൽക്കാറുണ്ട്. There are a lot of people who is working together with me. I can't hear you. I think your audio is not good. ഒരു സെക്കൻഡ് സിസ്റ്ററെ. Yeah, now I can hear you. ഓക്കെ, ഇവിടെ സ്റ്റക്ക് ആയി പോയതാണേ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ. അപ്പം ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പം ചിലപ്പം എത്ര നമ്മൾ കൂട്ടി നിർത്താൻ നോക്കിയാലും നടക്കത്തില്ല. When there will be ചേർത്ത് പിടിക്കാൻ നോക്കിയാലും, when we are decision making and we are together, we're trying to make unity, but still not possible sometimes. അപ്പൊ ഞാൻ ഇവിടെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, ചിലപ്പോൾ സഹോദരൻ, എന്നാലിപ്പോ നമ്മൾ തമ്മിൽ ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഈ ഒരു സമയത്ത് കൂടി പോകാൻ. Sometimes it's not the God's will that we have to be together in this matter at this time. കാരണം ചിലപ്പോൾ നമ്മൾ രണ്ട് വഴിയിൽ സഞ്ചരിക്കേണ്ടവരായിരിക്കാം. Maybe we are the two people who has to do different paths. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ പോകാം, ഞാൻ എന്റേതായിട്ടുള്ള വഴിയിലേക്ക് എന്ത് ചെയ്യാം, പോവാണ്. You can go in your own path and I can go in my path. കാര്യം ജീവിതകാലം മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, രണ്ട് പാത്തിലോട്ട് പോകേണ്ടവരാണ്. We don't have to adjust together like that and we stay together. എന്നാൽ നമ്മൾ സ്നേഹത്തിൽ, അതുകൊണ്ട് നമ്മൾ ഏക ആത്മാവിനാലാണ് നിൽക്കുന്നത്. But even though we are in one spirit. ഞാൻ ഇന്നാളെ മെൻഷൻ ചെയ്തായിരുന്നു, പണ്ട് എനിക്ക് അറിയാവുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. I have a sister that I know before. അപ്പം ഈ രക്ഷിക്കപ്പെട്ട് ഒരു വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരിയാണ്. She believed the Lord and God's salvation and came to the അപ്പം മകളുടെ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഭാരപ്പെടുമായിരുന്നു. She was very sad about the daughter's marriage. അപ്പൊ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിവാഹം ഇങ്ങനെ നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. One thing was happening and the marriage was not happening actually. അതിനകത്ത് 100% കാരണം, because 90% of the problem, പലതും നല്ല ആലോചനകൾ വരുമ്പോൾ എന്നെ വിളിക്കും, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ എന്ന് ചോദിക്കും. There will be a lot of proposals coming, but she will say, can you pray and let me know. അപ്പൊ എന്റെ മനസ്സിൽ കർത്താവ് അത് കുഴപ്പമില്ല എന്ന് കാണിക്കുമ്പോൾ ഞാൻ അറിയിക്കാറുണ്ട് അവരോട്.
So sometimes it's not a problem. Then I used to tell them about it. എന്നാൽ പലപ്പോഴും ഒരു ബ്രദറെ ഞങ്ങൾ തമ്മിൽ ജാതിപരമായി ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് പറയും, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. Then she will say that our races won't be together. It's not going to match. നമ്മുടെ നാട്ടിൽ ഈ കാസ്റ്റിസം ഉണ്ടല്ലേ? We have caste system in India. ഇതേപോലെ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കകത്ത് ഇപ്പോഴും ജഡത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ ഉയർന്നു വരും. After we became together in salvation, again the problems from അവിടെ യൂണിറ്റി വെളിപ്പെടത്തില്ല. no unity in that. യൂണിറ്റി എന്ന് പറഞ്ഞ വാക്കുകൾ നോക്കിയാൽ ഇരുപക്ഷത്തെയും ഒരു ശരീരത്തിന്റെ അംശയാക്കി. Unity means two groups will come together to one body. ഇപ്പൊ ഞാൻ പറയാം, എന്റെ കൈ കാണാൻ ഒരു ഭംഗിയില്ല, എന്റെ കാലാണ് മനോഹരം എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല അല്ലേ? So I cannot say that my hand is not looking so good, my legs looks nice. എന്റെ മൂക്കാണ് നല്ലത്, കണ്ണ് വലിയ ഭംഗിയില്ല. My nose is not that good, my eyes are very good. നമ്മൾ അങ്ങനെ പറയാറേ ഇല്ലല്ലേ? We can't say that like that. കാര്യം നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു. This is my body, so I love my body. ഏതെങ്കിലുമൊക്കെ കുറവ് ഒരു ഇടത് കൈയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ പരിപാലിക്കുന്നു. If there was a problem in my right hand, I will take care of my right hand. എന്റെ വലത് കൈക്ക് എന്തോ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു നന്നായി പോയി, കാണാൻ ഭംഗിയില്ല, അതിന് തന്നെ നമ്മൾ പറയാറുണ്ടോ? If there was some problem in my left hand, you need to get this, so I don't like you. ഇതേപോലെയാണ് യേശുക്രിസ്തു നമ്മളെ ഇരുപക്ഷത്തെയും ഒന്നാക്കി പുതുമനുഷ്യനാക്കി ഏകാത്മാവ്, അതായത് ഒറ്റ ആത്മാവിനാൽ നമ്മളെ ഒന്നാക്കിയിരിക്കുന്നു. So this is how Jesus made two groups into one. With the unity, he made it into one body. ഇതാണ് 133 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. This is what this God is saying, that the God's people are living together in unity. നോക്കിക്കേ, അപ്പൊ ഇങ്ങനെ ഒത്തൊരുമിച്ച് സഹോദരന്മാര് വസിക്കുമ്പോൾ ബൈബിൾ പറയുന്നു അഹരോന്റെ താടിയിലൂടെ ഒഴുകി വരുന്ന അഭിഷേക തൈലം പോലെയാണ്. So when we live together in unity, it is like the oil poured from the head to the beard to the robe. അടുത്ത വാക്യത്തിൽ പറഞ്ഞു അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ഇരിക്കുന്നത്. കണ്ടോ? That is where the blessing of the Lord is. അവിടെയല്ലോ ശാശ്വത ജീവൻ ഇരിക്കുന്നത്. That is where the life forevermore is. നിങ്ങൾ നോക്കിക്കേ, അപ്പൊ കർത്താവിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ when you are in Christ, പിശാചിന്റെ ആദ്യത്തെ ലക്ഷ്യം ഐക്യത കളയുക എന്നുള്ളതാണ്. The first plan of the devil is to destroy the unity. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? In the disciples also they were thinking who. അവർക്ക് പലതും ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു. They couldn't do much because they were thinking about who is big. ബൈബിൾ പറഞ്ഞു ഒരുവനേക്കാൾ മരുവൻ ശ്രേഷ്ഠൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. So in Bible it says that you have to consider the other person as better person. അപ്പൊ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ If in the earth, if two people are coming together, agree means. അതിന്റെ അർത്ഥം വഴിയെ പോകുന്ന രണ്ടുപേരെ പറ്റി അല്ല അവിടെ പറഞ്ഞേക്കുന്നത്. They're not talking about two people on the street. ക്രിസ്തുവിലുള്ള ജനങ്ങൾ. Those who are in Christ. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെയാ ഒന്നായത്? ഏകാത്മാവിനാൽ. How can we become two in one in Christ? That is through the Spirit. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, when you have Holy Spirit on you, പരിശുദ്ധാത്മാവിന്റെ ഫലവും പ്രവൃത്തിയും ഉണ്ട്. The fruit and the works of the Holy Spirit should പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് the fruit of the Holy Spirit, ഈ ഐക്യത എന്നുള്ളത്. unity. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ദേശത്തിരിക്കുമ്പോൾ നശിക്കുന്ന തലമുറകളെ പറ്റി, എൻ്റെ സഭക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് അവനെ സ്നേഹിക്കുക പല കാര്യങ്ങളുണ്ട്. അതെൻ്റെ സഭക്കാരനല്ലല്ലോ, ഞാനുമായിട്ട് ബന്ധമില്ലല്ലോ. വഴിയെ പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ അവനും യേശുവിനെ അറിയണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവിൽ അനേകർക്ക് യേശുവിനെ അറിയണമെന്ന് ഒരു ആഗ്രഹം വന്ന എത്ര പേരുണ്ട്? How many people wants to know Christ, want others to know Christ? അവരും കൂടെ യേശുവിനെ അറിയിക്കണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? How many people wants to make sure the other people also should know Christ? സോറി, മ്യൂട്ട് ആയിട്ടിരിക്കുവായിരുന്നല്ലേ. എത്രയൊക്കെ ആഗ്രഹമുണ്ട്? How many people would like to? ആമേൻ. ഈ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്. If you have a will, that means you have the Holy Spirit. നോക്കിക്കേ, ഇപ്പൊ പരിശുദ്ധാത്മാവിൽ അപ്പൊ ഭാര്യയും ഭർത്താവും നോക്കി, കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത വെളിപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം, ഇവിടെ വാക്ക് കണ്ടോണേ, അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? സങ്കീർത്തനക്കാരൻ പറയുന്നു അവിടെയല്ലോ അനുഗ്രഹം ഇരിക്കുന്നത്. If there is in the family there is no unity, we can see that is where the blessing is. അവിടെയല്ലോ ശാശ്വതമായ ജീവൻ ഇരിക്കുന്നത്.
That is where the life forevermore is. ഇപ്പൊ ഞാൻ കൂട്ടായ്മ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ We are, ഐക്യതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. we are all together and we don't have unity. The Holy Spirit cannot work here. നോക്കിക്കേ, ഇതേപോലെ നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ സഭയിലായിക്കോട്ടെ, അപ്പൊ എങ്ങനെ ഈ ഐക്യത ഉണ്ടാകുന്നത്? It doesn't matter if it's in the family or in the church. How does the unity work? നോക്കിക്കേ, നമ്മൾ ക്ഷമിക്കാനും താഴ്മ ധരിക്കുവാനും തുടങ്ങുമ്പോഴാണ് യൂണിറ്റി കംപ്ലീറ്റ് ആകുന്നത്. When we are able to forgive and become humble, that is when the unity will work. ഈ വാക്കുകൊണ്ട് ഏകാത്മാവിനാൽ ക്രിസ്തുവേശുവിൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. So through one body we reconcile both to God through the cross. ആകയാൽ നിങ്ങൾ ഇനി അന്യനല്ല, പരദേശിയുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. We have access to Father by Spirit, and we are no longer foreigners or strangers, but fellow citizens to God's people. നോക്കിക്കേ, ഇവിടെ വചനം പറഞ്ഞു, ക്രിസ്തു തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുക നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. Because God has become the cornerstone, you have been made as the prophets. അവനിൽ നിങ്ങൾ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കണ്ടോ? So you are become a holy temple in the Lord. അവനിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസിയും ആകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതിരിക്കുന്നു. കണ്ടോ? So you become a built together to become a dwelling in God lives by His Spirit. അപ്പൊ കൂട്ടായ്മ, നമ്മുടെ ഒരു സ്ഥലത്ത് നിങ്ങൾ കൂട്ടായ്മ ചെല്ലുമ്പോൾ അവിടെ പലപ്പോഴും ഈ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിക്കകത്ത് ദുരാത്മാവ് ഉണ്ടെങ്കിൽ അത് കലക്കാൻ നോക്കും ഐക്യതനെ. If you go into a church, if there is a spirit of devil working in there, there can be they will try to break the unity. അപ്പൊ വ്യക്തിപരമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ആരോടെങ്കിലും വന്നാൽ അവിടെ പോയി സംസാരിക്കണം. If you have any offense to anybody, you go and speak to them. നിരപ്പ് പ്രാപിക്കണം. You become reconciled with them. ആ വ്യക്തി ഇപ്പൊ നിരപ്പ് പ്രാപിക്കാൻ വന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. So if that person doesn't come to reconcile, you go and to God and ആ വ്യക്തിയെ നിങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. then you bless them and pray for them. ആമേൻ. അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പൊ യൂണിറ്റി എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവം ഭൂമിയിൽ ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. Unity means that is the character of Jesus, character of God that Jesus showed it here. കുടുംബത്തിന്റെ അകത്ത് യൂണിറ്റി ഇല്ലെങ്കിൽ ആദ്യം ഓർത്തോണം, ഇത് ദൈവത്തിന്റെ പ്ലാൻ അല്ല. എന്റെ കുടുംബത്തിൽ ഇപ്പൊ നിങ്ങൾ തമ്മിൽ യൂണിറ്റി ഇല്ല, ഭാര്യയും ഭർത്താവും പിള്ളേരും തമ്മിൽ ഒത്തൊരുമയില്ല ഭവനത്തിൽ. If there is no unity within the family, within the husband and the children and everything, that is not from God. അപ്പൊ നിങ്ങൾ പറയുന്നത്, ബ്രദറെ ഇപ്പോഴത്തെ കാലമല്ലേ അങ്ങനെയൊക്കെ സ്വാഭാവികമാണെന്ന് പറയും അല്ലേ? You will say that nowadays it is like that. How to do, what to do? ഞാൻ പറയാം, അല്ല, ഇത് സ്വാഭാവികമല്ല, ഇത് അസ്വാഭാവികമാണ്. ഇത് നാച്ചുറൽ അല്ല. That is not normal. It's not normal. ഇത് നോർമൽ അല്ല. This is not normal. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഐക്യത കുടുംബത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. Holy Spirit, give us unity in the family. കലഹത്തിന്റെ ദുരാത്മാക്കൾ അവിടെയുണ്ട്. There is the spirit that breaks the unity. അപ്പൊ ഈ യൂണിറ്റിയെ ക്യാൻസൽ ചെയ്യുന്ന ദുരാത്മാവ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഐക്യത കിട്ടാത്തത്. That is because of the evil spirits that is working against the unity. കാര്യം ഐക്യത ഉള്ളിടത്താണ് ശാശ്വതമായ ജീവനുള്ളത്. That's where the life forevermore is, where the unity is. ഐക്യത ഉള്ളിടത്താണ് നമ്മുടെ അകത്ത് അനുഗ്രഹം ഉണ്ടാകുന്നത്. Where the unity is, that's where the blessing is. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമായി തന്നെ ദൈവം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം ഇടയാക്കിയില്ല. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ ശ്രേഷ്ഠകരമായ കൃപ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവി. ഇന്ന് കർത്താവ് കുടുംബ ജീവിതത്തിന്റെ അകത്ത്, ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ അകത്ത്, തലമുറയുമായുള്ള ബന്ധത്തിന്റെ അകത്ത്, പിതാവിന്റെയും മാതാവിന്റെയും എല്ലാ ബന്ധത്തിന്റെ അകത്ത് ഐക്യത കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോക്കിയേ, ഐക്യത എന്ന് പറഞ്ഞാൽ അഹരോന്റെ താടിയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേക തൈലം പോലെ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഭംഗി കിട്ടുന്നില്ല എങ്കിൽ, ആ ഒരു ശാശ്വത സമാധാനം കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോ, ഇത് ദൈവത്തിന്റെ പ്ലാൻ അല്ല, ഇത് പിശാചിന്റെ പ്ലാനാണ്. അതിനെ ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പൊ ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റീമ ഖറാസു ഫ്രാൻറ്റിമിയ ലമോ ഫൊറൈമിയ സൈഖന അന്തേരിയ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഓ എൻ്റെ യേശുവെ, കുടുംബങ്ങളെ അങ്ങ് തൊടുന്നല്ലപ്പ. കർത്താവ്, ഇന്ന് ഐക്യത കെടുത്തി, സ്വസ്ഥത കെടുത്തി, ജോലി സ്ഥലങ്ങളിൽ പോലും ഇന്ന് ഐക്യത ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യണം.
ബ്രേക്ക് ചെയ്യണം, എല്ലാവരും ബ്രേക്ക് ചെയ്യണം. ചിലർ പറയും, ബ്രദർ എൻ്റെ ജോലി സ്ഥലത്ത് ഒരു ഐക്യതയില്ല, എല്ലാവരും എനിക്ക് എതിരാണ്, കൽപ്പിക്കണം, പ്രാർത്ഥിക്കുമല്ല കൽപ്പിക്കണം. കർത്താവേ, ഞാൻ നിൽക്കുന്നിടത്ത് യൂണിറ്റി വെളിപ്പെടും. ഈ പല ഭാഷയായിക്കോട്ടെ, പല സ്കെയിലുകളായിക്കോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, വിശ്വാസത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ പലപ്പോഴും ഈ ജാതി ആൾക്കാർ പറയുന്നതിനെ എനിക്കറിയാം. എൻ്റെ കേക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഞാൻ ഉറപ്പ് തിരുത്താറുണ്ട്. കാര്യം ഇത് ദുരാത്മാവിനോട് പറയുന്നത് പോലെ, അത് ദുരാത്മാവാണ്, അത് പൈശാചികമാണ്. നമ്മളെ എവിടെയൊക്കെയാണ് നമ്മളെ ഡിവൈഡ് ചെയ്യുവാൻ നോക്കുന്നത്? നമ്മൾ ഒരു ശരീരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തു യേശുവിലേക്ക് വന്നാൽ ഒരു ശരീരമാണ്. യേശു പറയുകയാണ്, എനിക്ക് കൈ ഭംഗിയില്ല. യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ. ഞാനിപ്പോൾ പറയാം, എൻ്റെ വിരൽ കാണാൻ ഒരു ഭംഗിയില്ല, ഇത് വേണ്ടായിരുന്നു പറയോ? ഇല്ല, കാര്യം ഇത് എൻ്റേതാണ്. ഒരുപാട് ക്രിസ്തുവിലായാൽ നോക്കിക്ക്, ഏകാത്മാവിനാൽ ഒരു പുതിയ സൃഷ്ടി ആയിത്തീർന്നിരിക്കുന്നു നമ്മൾ. കുറവുകൾ ഉണ്ടായേക്കാം, ബലഹീനത ഉണ്ടായേക്കാം, പക്ഷെ ദുരാത്മാവിനെ അവകാശം കൊടുക്കരുത്, അവനെ അടിപ്പിക്കരുത്. ഐക്യത കെടുത്താൻ നോക്കുന്നതിനെ ബന്ധിക്കണമേ. കാര്യം ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് ചോദിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വല്ലതും കാണാനും കേൾക്കുവാനും കഴിയത്തുള്ളൂ. ലോർഡ് ജീസസ്, എന്നുള്ളത് കർത്താവ് പറയുന്നു, ഈ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പെൺതലമുറയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ഈ സ്കറിയയുമായി ബന്ധപ്പെട്ടത് ആരാണോ, പെൺതലമുറ സ്കറിയയുടെ ആരാണോ, എന്നുള്ളത് കർത്താവ് പറയുന്നു, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാനാണോ സിസ്റ്റർ? അത് ഞാനാണ് പാസ്റ്ററെ. ഞാൻ എന്റെ അപ്പന്റെ പേരാണ് സ്കറിയ എന്ന്. സ്കറിയയുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവോട് പറയാം സിസ്റ്ററെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വലങ്കൈ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. വലങ്കൈ, ആ വലങ്കൈയിൽ നന്മ കർത്താവിനാൽ വരാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവെ, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു താക്കോല് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കാണും എൻ്റെ മനസ്സിൽ. ദൈവം ഒരു താക്കോല് തരികയാ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് സ്കറിയയുടെ മോളെ ദൈവം തുടർന്ന് പറഞ്ഞു. ഇന്ന് സ്കറിയയുടെ മോളെ ഞാൻ ഇപ്പോൾ തന്നെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കും. ഒരു ചുരുളിൻ്റെ അകത്തുനിന്നും പുറത്തു വരിക, ഒരു ചുഴിക്കകത്ത് പെട്ടതുപോലെ അനുഭവമാണ്. അതിങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്നൊരു അനുഭവമാണ്. ഇന്ന് ആ ചുഴിയിൽ നിന്നും പുറത്തേക്ക് വരിക, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ 1971 വർഷം എന്നെ കാണിക്കുക. ഓ ലോർഡ് ജീസസ്, യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ഒരു വർഷം എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആരംഭം, മൂലകാരണം ഈ സ്കറിയയുടെ കാലം മുതൽ കയറി വന്നതിനെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടി നീക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ അത്ഭുതം പ്രിയ മകളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ, അങ്ങയുടെ സമാധാനം വെളിപ്പെടുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ലോർഡ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ കെസിയ ജോൺ എന്ന് പറയുന്ന പേരെൻ്റെ മനസ്സിലേക്ക് വരും. കെസിയ ജോൺ, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടതാര? കെസിയ ജോൺ. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. കെസിയ ജോൺ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ല, പക്ഷെ കെസിയ ജോൺ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, കെസിയ ജോൺ ആണ്. വെറും കെസിയ അല്ല, കെസിയ ജോൺ ആണ് പേര് ഞാൻ കാണുന്നത്. എന്ന് ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങും, ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകും, കർത്താവിന്റെ കൃപ അവിടെ വെളിപ്പെടും. ലോർഡ് ജീസസ്, ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യണവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുവാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതി. ആരാ സിസ്റ്ററെ? എന്റെ സഭയിലുള്ള ഒരു കൊച്ച, പക്ഷെ അതിപ്പോ കാനഡയില. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം, ഇവിടെ പറയണേ. ഇതേപോലെ ഒരു കെസിയ ജോൺ എന്നാണോ പേര്? കെസിയ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് പറഞ്ഞു. വലിയൊരു ട്രബിളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രാർത്ഥിക്കണമെന്ന് പറ. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇത് പറയണം കേട്ടോ.
കർത്താവിന്റെ ദിവ്യ പറയാം സമാധാനം വെളിപ്പെടും. നന്ദി യേശുവേ, ഓക്കെ. നന്ദി പ്രൈസ് കർത്താവേ. ലോർഡ് പാസ്റ്റർ. പറഞ്ഞു. എൻ്റെ കാനഡയിലുള്ള ചർച്ചിലെ ഉം, സഭയിലെ ഒരു അംഗമാണ് കെ.സി. അജോൺ. ഈ രണ്ടും ഒരേ ഞാൻ വ്യക്തികളാണോ? കാനഡയിൽ അറിയില്ല, ഒരു പക്ഷെ രണ്ടു കാനഡയിലാണെന്ന് പറഞ്ഞപ്പോൾ സഭയിലുള്ള ഒരു വ്യക്തിയാണ് കെ.സി. അജോൺസും. അത് ആണോ? കാരണം പറഞ്ഞു. ഡെലിവറി ആയിട്ട് കിടക്കും, അതിനൊരു കുഞ്ഞുണ്ട്. അതെ അതെ അതാണോ? അതെ. ആ, രണ്ടുപേരും ഒരാൾ അമ്മ തന്നെയാ. രണ്ടു വന്നു. അതെ അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സഹോദരി സഭയെ കാണുമ്പോൾ പറയുക, വേഗത്തിൽ പ്രാർത്ഥിക്കും. പറഞ്ഞു വലിയൊരു ട്രബിൾ ടൈമിലൂടെ അവർ തലയ്ക്ക് മീതെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ ദൈവം അത് തള്ളി മാറ്റി വിടുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് അത്ഭുതത്തെ ചെയ്യാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പൊ യേശുവേ, നിങ്ങളകത്ത് ആ യൂണിറ്റിയുടെ കൃപയുള്ളത് കൊണ്ടാണ് പലപ്പോഴും ദൈവം നിങ്ങളുടെ കൂടെയുള്ളവരെയും വ്യക്തിപരമായി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ പേര് വെളിപ്പെടുത്താൻ കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. സഹോദരങ്ങളെ, കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും പറയുന്നു, ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഭവനങ്ങളെ തൊടുന്നല്ലോ. എല്ലാവരും അല്പം നേരം ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കരുത്. ഞാനൊന്ന് പരിശുദ്ധാത്മാവേ, ഞാനെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഫിലോമിന എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ഈ ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഈ ചാക്കുകൾ ഇങ്ങനെ നിറച്ച് ഒരു ചാക്ക് ഇങ്ങനെ വൈറ്റ് കളറിലെ ചാക്കാണ്. ചാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വലിയ ചാക്ക് ഇങ്ങനെ നിറച്ചെന്തോ വീടിൻ്റെ അകത്ത് വൈറ്റ് കളറിലെ ചാക്ക് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച, ഒരു അടയാളമായി ഞാൻ കാണുക. ഫിലോമിന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണെ. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു വ്യക്തിയെ തൊടുവാണ്. അതൊരു അടയാളമായിട്ടാണ് ഈ ഒരു ചാക്ക് കെട്ട് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, അങ്ങ് ആ ഭവനത്തെ തൊടുന്നല്ലോ. എന്തോ ഭർത്താവിന്റെ അമ്മയുടെ പേരാണ് ഫിലോമിന. എന്റെ അമ്മയുടെ പേരും ഫിലോമിനയാണ്. പുള്ളിക്കാരത്തി മരിച്ചുപോയി. ഭർത്താവിന്റെ അമ്മ ഫിലോമിന. പുള്ളിക്കാരത്തി ഇപ്പം മൂന്നാറാണ്. അവിടെ ഇങ്ങനെ ഈ വേസ്റ്റ് വാരിയിട്ട് അവരുടെ ചെറിയ കടയുണ്ട്, ഹോട്ടലുണ്ട് ചെറുതായിട്ട്. അപ്പൊ ആ ഹോട്ടലിന്റെ ഫ്രണ്ടില് അവര് ഒരു മുറി ഒരു വാടക കൊടുത്തത്. അപ്പൊ ആ മുറിയില് പണിതിട്ട് വേസ്റ്റ് വാരി ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്, പുറത്തിങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടി. ഈ വെള്ളച്ചാക്കാണോ സിസ്റ്ററെ? ആ ബ്രദറെ, എന്നോട് പറഞ്ഞത്. എന്റെ മോൻ അമ്മച്ചിയുടെ കൂടെ നിന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രദർ, മദ്യപാനം. അവനിപ്പ ഒരു ധ്യാനത്തിന് പോയേക്ക് ബ്രദർ. അവൻ തന്നെ സ്വയം പറഞ്ഞിട്ട് പോയേക്കണം. ഇന്ന് കർത്താവ് ഇന്ന് ആ ഒരു വ്യക്തിയുമായിട്ട്, ഫിലോമിനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാക്കിരിക്കുന്ന ഈ ഒരു സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൈവപ്രവൃത്തി, ഒരു വിഷയം അവിടുന്ന് അഴിഞ്ഞു മാറിപ്പോകുന്നതായിട്ട് കർത്താവ് പറയുകയാണ്. അതിന്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോകുന്നു. ഞാൻ അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പ റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ പറയുന്നു, നോബിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നോബിൾ, ഈ നോബിളിനൊരു സിസ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ. നോബിളിൻ്റെ ഒരു സിസ്റ്ററും കൂടെ ഉണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നോബിളിന്റെ ഭവനം ഏതാണ്? സഹോദരിയുള്ള നോബിളിന്റെ ഭവനം. ഇന്ന് കർത്താവ് എന്റെ മോന്റെ ഭാര്യയുടെ ആങ്ങളെയാണ് നോബിൾ. അവന്റെ സഹോദരി എന്റെ മോന്റെ ഭാര്യ. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തമ്പുരാൻ പറയുവാണ്. അവരുടെ കുടുംബത്തിന്റെ അകത്തും തുടങ്ങിയ ഒരു പ്രതിസന്ധിയെ ഇന്ന് കർത്താവ് ഇവിടുന്ന് വെട്ടി നീക്കി
ആ അതിന്റെ എഫക്റ്റ് 2 തലമുറകളുടെ മേലും അനുഗ്രഹമായി തമ്പുരാൻ മാറ്റും. അവരുടെ ലൈഫിന്റെ അകത്ത് ചേഞ്ച് വരും. അവരെ ഉയരത്തിൽ നിന്ന് വാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തുനിന്നും ദൈവത്താൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി പോവാ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ബ്രദറെ ഹോളി. പറഞ്ഞു. ബ്രദർ എന്റെ ബ്രദറിന്റെ മോന് നോബിള, അവനൊരു സിസ്റ്റർ ഉണ്ട്. ഏറ്റെടുത്തോ കേട്ടോ. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരും സ്വീകരിച്ചോ കേട്ടോ. നന്ദി കർത്താവേ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. റോഷമനഹസ്തീരിയാം തിരി ലൂഷബ്രഹസ്തിയാം തിരി. ഈ കാലിദ് എന്ന് പറയുന്ന ഒരു പേരെന്റെ മനസ്സിലേക്ക് വരും. കാലിദ്. ഈ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട കാലിദ്, ഇതുമായിട്ട് കണക്ട് ചെയ്ത ആരാ? കാലിദ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ഫിനാൻഷ്യൽ ഡോറിന് ഈ ഒരു പേരും അതിന് എന്താ പറഞ്ഞ വ്യക്തിയാണോ അതോ മറ്റെന്തെങ്കിലും സ്ഥാപനത്തിന്റെ ആണോ അറിയത്തില്ല. കാലിദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാലിദ് അതുമായിട്ട് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു നേഴ്സായിരുന്നു, കുവൈറ്റി നേഴ്സ്. അറബിയ അറബിയ. കാലിദ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോറ് ദൈവം തുറക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. പ്രാർത്ഥിച്ചോണേ. നമുക്കറിയത്തില്ല ദൈവം എന്തോ ഒരുക്കി വെച്ചിരിക്കുന്നെന്ന്. കർത്താവ് ഞാൻ ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ടൊരു അനുഗ്രഹത്തെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വ്യക്തി അത്. അപ്പൊ അത് ആരാണോ അത് നമുക്കുമായിട്ട് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാലിതുമായിട്ട് എന്താണോ അത് ദൈവം ഒരു ബ്ലെസ്സിങ് ആക്കി തുറക്കാൻ വേണ്ടി പോകും. നമുക്ക് എന്തോ ഒരു എന്റെ മോളുടെ കമ്പനിയിലെ മാനേജരാ കാലിദ്. 2 കാലിദ് അത് ഞാൻ സ്വീകരിച്ചു. വർക്ക് ചെയ്യുന്ന ആളുടെ പേരും ഖാലിദ് എന്നാണ്. കഴിഞ്ഞ ദിവസം അയാൾ എന്നോട് സാലറി സ്കെയിൽ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാനത് അയച്ചു കൊടുത്തായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ 3 പേരും ഇപ്പൊ ഈ 3 പേരുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ ജനിച്ചിരിക്കുന്നത് ആളാരാ? 3 പേരുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ ജനിച്ചിട്ടുള്ളത് ആളാരാ? അതുമായിട്ട് ബന്ധമുള്ള ആളാരാ? മാർച്ച് എന്ന് പറയുന്ന മാസവുമായിട്ട് ആ വ്യക്തിക്കകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം. മാർച്ച് മാസത്തിൽ ജനിച്ചത് ബ്രദറെ. സിസ്റ്റർ മാർച്ച് മാസം ജനിച്ചത്. അതെ, ഈ പറഞ്ഞ പോലെ മാർച്ച് 27. കാലിദ് എന്ന് പറഞ്ഞ ആലോചനയോട് ബന്ധപ്പെട്ടാണ് സിസ്റ്ററെ. ഇല്ല കാലിദുമായിട്ട്. കാലിദ് എന്ന് പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ഹലോ, ഖാലിദ് എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡിന്റെ മാനേജറാണ്. എന്റെ മോൻ മാർച്ച് മാസത്തിൽ ജനിച്ചത്. മാർച്ച് മാസത്തില് അത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകും. അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡോറാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. ഓ ഹോളി സ്പിരിറ്റ്, കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ആധാരത്തെ, അതിൻ്റെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ ആധാരത്തെ ഞാൻ കാണുക. ഞാൻ ആധാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതിസന്ധിയാണ്. ആധാരത്തിൻ്റെ അകത്തൊരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശ്രീകുമാർ എന്ന് പറയുന്നൊരു പേര് ഞാൻ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് കാണുക. ശ്രീകുമാർ, ഈ ഒരു ആധാരവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കാണുന്നത്. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ പേരും ആധാരവും സ്ഥലത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇന്ന് ആ സ്ഥലവുമായിട്ടൊരു പ്രതിസന്ധിക്കകത്തൊന്നും കർത്താവ് നിങ്ങളെ വിടിവിക്കാൻ വേണ്ടി പോവാണ്. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാണ് ശ്രീകുമാർ. വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ ഏകദേശം ജപ്തിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇതിനു മുമ്പ് ജപ്തി ഒന്ന് വന്നതാ, അങ്ങനെ പിന്നെ അടച്ചു. വീണ്ടും കുടിശ്ശികയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അത് ഒരു കടഭാരമല്ല, ആ സ്ഥലത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന നാശത്തിന്റെ ആത്മാവാണ്. അത് കടം വീട്ടിയാലും സ്ഥലം വിറ്റുപോയാലും അത് ഒഴിഞ്ഞു പോകുന്നല്ല. ശ്രീകുമാറിന്റെ വൈഫ് കേസായിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വിൽക്കാതിരിക്കാൻ വേണ്ടി. അത് അവരോട് പറയണം, ഇത് അയച്ചു കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് പറ, ഇത്
അത് ഫിനാൻഷ്യലി ഒരു ഫിനാൻസിന്റെ പ്രോബ്ലം അല്ല, അത് പകരം ഒരു നാശത്തിന്റെ സ്പിരിറ്റ് ആണത്. അത് ആ സ്ഥലത്തും ആ സ്ഥലവുമായിട്ട് എന്തൊക്കെ ചെയ്താലും അത് അവർക്ക് നഷ്ടം വരുത്താൻ നോക്കുന്നതാണ്. പ്രാർത്ഥിക്കുക. ദൈവാഭിഷേകത്തിന്റെ അകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകട്ടോ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ്, യേശുവേ നന്ദി കർത്താവേ. തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പ. യേശുവെ ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. തലമുറകളുടെ മേൽ കർത്താവെ ഞങ്ങളുടെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ഈ ജിസൻ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. ജിസൻ എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ടതാര ജിസൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇന്ന് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ജിസന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു സന്ദർശനത്തെ ദൈവം ഇന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ കരുണയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് സാക്ഷ്യമായി തീരട്ടെ അപ്പ. ബ്രദറെ, ജിസൻ ആണോ ജെയ്സൺ ആണോ? ജിസൻ ഓക്കെ. ജിസൻ എന്ന് പറയുന്ന സിസ്റ്ററെ, ഇന്ന് കർത്താവ് ആ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്തോ ബ്രദറെ, ഒരു പ്രാർത്ഥന. പക്ഷെ എന്റെ മോന് നാളെ ദുബൈക്ക് പോവാണേ, ആ ജോലിക്ക് വേണ്ടി. അതിന് പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അത്ഭുതമായി. ഈ സമയത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് പറയല്ലേ. ഈ സമയത്ത് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനുകളെ കൊണ്ടുവരുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ. ഞാൻ എവിടെയാണോ മുന്നോട്ട് പോകേണ്ടത്, എന്താണോ ഞാൻ ചെയ്യേണ്ടത്, എവിടെയാണോ ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്, അവിടെ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് അത്ഭുതമാക്കി മാറ്റും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി പരിശുദ്ധാത്മാവേ. ഈ എന്നുള്ളത് കർത്താവ് പറഞ്ഞൊരു മേരി തോമസ് എന്നുള്ളൊരു പേര് ഞാൻ കേൾക്കുക. മേരി തോമസ്. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാ? മേരി തോമസ് എന്നുള്ളത്. ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കും. 1, 2, 3 വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുക. 3 വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യും. ആ കുടുംബത്തിന്റെ അകത്ത് ഈ 3 വ്യക്തികളുടെ ദിശ തിരിച്ചു വെച്ചിരിക്കുന്ന ചില അവസ്ഥകളെ കർത്താവ് ഇന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോവാ. മേരി തോമസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കണക്ഷനുള്ള കുടുംബം ഏതാണോ മേരി തോമസിന്റെ? സിസ്റ്ററുടെ പേരാ മേരി തോമസ്. ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ മദറിന്റെ പേരാണ് മേരി തോമസ്. 2 പേര് വന്നല്ലേ? അത് 3 വ്യക്തികളെ കർത്താവ് ഭവനത്തിൽ തൊടുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ പറയുക. 3 വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ പറയുക. എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നിട്ട് 2 വർഷമായി. റൈറ്റ് സൈഡ് പാരാലിസിസ് ആയിട്ട് സംസാരിക്കാവുന്ന ശേഷിയില്ലാതിരിക്കുക. ഇന്ന് കർത്താവ് ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ അകത്തുള്ള എല്ലാ ദുഷ്ടന്റെ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇന്ന് മേരി തോമസിന്റെ ഭവനത്തിൽ സാക്ഷ്യം വെളിപ്പെടട്ടെ അപ്പ. സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ അപ്പ. വലിയൊരു കുത്തൊഴുക്ക് അവിടെ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ ഡിസംബർ മാസം എന്നെ എടുത്തു കാണിക്കുക. ഡിസംബർ എന്നുള്ള മാസം, ഡിസംബറിൽ എന്റെ മോളാ ബ്രദറെ. ഡിസംബറിൽ മോളാ ഉള്ളത്. ലോർഡ് ജീസസ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഞാൻ ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ മേരി തോമസിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനയുടെ ബാക്കിയാണിത്. നന്ദി യേശുവേ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങ് ഇടപെടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നന്ദി കർത്താവേ. നന്ദി പിതാവേ. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വലിയ കൃപ ഇന്നവിടെ വ്യാപരിക്കുന്നല്ലോ. ദുഷ്ടന്റെ ആശകൾ നശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു. ഡിസംബർ മാസം എന്റെ പെങ്ങളുടെ ചെറുക്കന്റെ
ഞങ്ങളുടെ ചെറുക്കൻ്റെ വൈഫിന്റെ ദിവസമാണ്, മാസമാണ്, ഡിസംബർ. ഏറ്റെടുത്തു. കർത്താവിൻ്റെ ഇത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. എന്റെ കുടുംബത്തിലാണ് താമസിക്കുന്നത്. അതായത് ഏറ്റെടുത്തു. കർത്താവിന്റെ നാമത്തിൽ ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. കർത്താവിന്റെ പ്രവൃത്തിക്കായിട്ട് ദൈവം വേർതിരിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഈ പ്രകാശ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കും. പ്രകാശ്. ഈ പ്രകാശിന്റെ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രകാശിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ തലമുറയെ കാണുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേക ഒരു ഏജ് ഞാൻ അവനെ കാണുക. ഞാൻ അവൻ്റെ തലയ്ക്ക് മീതെ ജനുവരി എന്നൊരു മാസം എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, ഈ തലമുറയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ ആ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അങ്ങ് അടയാളങ്ങളുടെ ദൈവമാണല്ലോ. എല്ലാ മേഖലയിലും തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശു പറയാൻ വേണ്ടിയാണോ? അതെ ബ്രദറെ, പറഞ്ഞു. താങ്ക് യു ബ്രദർ. ഈ പ്രകാശ് എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ മോനാണേ. അവന്റെ മൂത്ത മോൻ ജനുവരിയിലാണ് ഉണ്ടായത്. ഒരു വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുക ആ കുടുംബം. അയ്യോ, കർത്താവ് കൂടെ പ്രാർത്ഥിച്ചോണേ. ഭയങ്കര ഒരു ക്രൈസിസിലൂടെ കടന്നു പോവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവന് വേണ്ടിയിട്ട്. അവന്റെ ഇപ്പം മനസ്സിലായോ? ഈ വിഷയത്തിന്റെ കാരണം മനസ്സിലായോ? ഇത് മാനുഷികമല്ലെന്ന് മനസ്സിലായോ? ഇന്ന് ആ വിഷയത്തിന്റെ അവന്റെ തലമുറയായി പ്രകാശിന്റെ തലമുറയെ ടാർഗറ്റ് ചെയ്ത് ആ കുടുംബത്തെ നശിപ്പിക്കാൻ കയറി കൂടിയതാണ്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ ദുഷ്ടന്റെ ശക്തികളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ ആ കുടുംബം സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ UK ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് അറിയത്തില്ല UK ഒരു പ്രാർത്ഥനയിൽ ഈ ടൈമിൽ ഉണ്ടോയെന്ന്. പ്രത്യേകിച്ച് വെയിൽസ് എന്ന് പറയുന്ന UK ഒരു സ്ഥലത്ത് എൻ്റെ ഉള്ളത്തിൽ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ സ്ഥലം ഇങ്ങനെ വന്നു, ഹൈലൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന പോലെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് വെയിൽസിൽ. എന്നാന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പം UK പ്രത്യേകിച്ച് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കുചേരും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിയോഗം തരുക. ദൈവം തീർച്ചയായിട്ടും വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. വ്യക്തിപരമായ ദൈവം രോഗികളെ സൗഖ്യമാക്കും, വിടുതൽ നൽകും. നിങ്ങളുടെ പ്രതിസന്ധികളെ ദൈവം അവിടെ നിന്ന് പുറത്തുകൊള്ളൊരു ഇടയാത്തീരും. അപ്പം അതുകൊണ്ട് ആ സ്ഥലങ്ങളിലുള്ള ആരെങ്കിലും ഇന്ന് മീറ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അതെന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. വലിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ദൈവാനുവദിച്ചാൽ ഓഗസ്റ്റ് മാസം ആയിരിക്കാം, ഒരു പ്രാർത്ഥന പോലെ ക്രമീകരിക്കുക മനസ്സിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വെയിൽസിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ബ്രദറെ സ്തോത്രം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ബ്രദർ. ഇപ്പൊ പ്രകാശിന്റെ ഭവനത്തെ കുറിച്ച് ആ മോന്റെ പ്രായമായ മോനാണ്, 2 ആൺമക്കളാ ബ്രദറെ അവർക്ക്. അവിടുത്തെ സിസ്റ്റർ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവൻ്റെ ഒരു പ്രത്യേക ഒരു ഏജാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുവാണെങ്കിലും എൻ്റെ തല ഉയർത്തി പോക്കുന്ന ഒരു ഏജ് പോലെ, അതായത് ഒരു ചെറിയൊരു പയ്യനെ പോലെ. പക്ഷെ ചെറിയ പയ്യൻ വെച്ചാൽ അവൻ്റെ ആ ഒരു ഏജിൻ്റെ അകത്ത് ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് കാണിക്കുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ഒരു ഏജാണ്. അപ്പം അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. ജസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ആ കുടുംബത്തിന് വേണ്ടി ഈ ആലോചന ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബം ക്രിസ്തുവിന്റെ ദൈവനാമ മഹത്വം വെളിപ്പെടുവാൻ കേട്ടോ. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലസ്. നന്ദി പരിശുദ്ധ. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. കൈയെടുത്ത് വെച്ച്
കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പാ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ രോഗശക്തികൾ, ആ കൈത്തണ്ടയിൽ വേദനയുള്ളവർ, തേയ്മാനമുള്ളവർ, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരുണ്ടോ, ട്യൂമറിനാൽ ഭാരപ്പെടുന്നവരുണ്ടോ, നടക്കാൻ കഴിയാത്തവരുണ്ടോ, വചനം പറയും ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മുടന്ത നിങ്ങൾ തുള്ളും കേട്ടോ, ചെകിട നിങ്ങൾ കേൾക്കും കേട്ടോ, ഊമ നിങ്ങൾ സംസാരിക്കും, കുരുട നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുതേ. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ പ്രയർ ലൈൻ നമ്പറുകളിലേക്ക് അയക്കുക. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. നിങ്ങൾ കൈവച്ചാട്ടെ. കൈയെടുത്ത് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ എൻ്റെ കൂടെ, യേശുവെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗശക്തിയെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ആ വേദന കൊണ്ടുവരുന്ന, രോഗം കൊണ്ടുവരുന്നത് പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ, അത് രോഗം, നിങ്ങളതിനെ രോഗശക്തിയായിട്ട് തന്നെ കാണണം. ഇതിൽ പറയും പ്രായമാകുമ്പോൾ ഷുഗർ വരും, പ്രായമാകുമ്പോൾ പ്രഷർ വരും, പ്രായമാകുമ്പോൾ തേയ്മാനം വരും, പ്രായമാകുമ്പോൾ ഇന്ന രോഗം വരും. എൻ്റെ പ്രിയ, രോഗം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതല്ല. രോഗം ദൈവത്തിൽ നിന്നല്ല. രോഗം പിശാചിന്റെ ആഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരു രോഗത്തിനും, ഒരു വേദനയ്ക്കും, ഒരു ദാരിദ്ര്യത്തിനും, ഒരു ഞെരുക്കത്തിനും, ഒരു കഷ്ടതയ്ക്കും, ഒരു ദുരിതത്തിനും നിങ്ങളുടെ മേൽ അവകാശമില്ല. ഉറക്കെ പറഞ്ഞാൽ മ്യൂട്ട് മാറ്റണ്ട, നിൽക്കുന്നിടത്ത് നിന്ന് പറഞ്ഞാൽ മതി. ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു വേദനയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. എൻ്റെ കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, എൻ്റെ കർത്താവ് എൻ്റെ വേദന ചുമന്നതാണ്. കൈവച്ച് കൈ മാറ്റരുതേ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ആ രോഗശക്തിയെ കൽപ്പിക്കുന്ന ഇറങ്ങും. ആ രോഗത്തിന്റെ ദുരാത്മാക്കളോട് കൽപ്പിക്കുന്ന ഇറങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഫ്രീ ആകട്ടെ. ആ രോഗത്തിൻ്റെ അകത്തുനിന്നും പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല വേദനകളും വഹിച്ചതാ, സകല രോഗങ്ങളും വഹിച്ചതാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ സൗഖ്യ, വേദന ഒട്ടുമില്ല. നടക്കാത്തവരെ നടക്കും. നിങ്ങളൊന്ന് ചാടി എണീറ്റോണം യേശുവിൻ്റെ നാമത്തിൽ. കാഴ്ചയില്ലാത്തവരെ കണ്ണ് കാണും, കേൾവി ഉണ്ടാകും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ശക്തിയെ അങ്ങ് അയക്കുന്നല്ലോ, കെട്ടുകളെ അങ്ങ് പൊട്ടിക്കുന്നല്ലോ, ബന്ധനങ്ങളെ അങ്ങ് അഴിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. Lord Jesus Christ, Lord Jesus Christ, in the name of Jesus, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു, പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നു. അപ്പൊ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈവച്ച് അവിടെ കർത്താവെ, വേദനകൾക്ക്, വിരലുകളുടെ മേൽ മടങ്ങാത്ത വിരലുകൾ, ചലിക്കാത്ത വിരലുകൾ, മരച്ചുപോയത്, സെൻസേഷൻ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നു. മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ. ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്ത്, ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, പൂർണ്ണ സൗഖ്യം ശരീരത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നവരോ ആലോചന ഇടപെട്ടവരോ സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി വേഗത്തിൽ പറഞ്ഞാട്ടെ. അതിനു മുമ്പായിട്ട് ഒരു നിമിഷം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിതയ്ക്കണം. കാരണം നമ്മുടെ പ്രയർ സ്റ്റേഷൻ എടുത്ത് നമ്മൾ പത്തനംതിട്ടയിൽ പ്രയർ സ്റ്റേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. പത്തനംതിട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൂടാതെ പലയിടത്തും പ്രയർ സ്റ്റേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനുവേണ്ടി വിതയ്ക്കുക. ആ നന്മയിൽ നിന്ന് മോഹരികളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വേലയിൽ വിതയ്ക്കുക. വാരി വിതറുവാൻ നന്മ കൊടുക്കുക. നിർമ്മലത്താലല്ല, അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കട്ടെ. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നവർ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. വായ്പ മേടിക്കത്തുമില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളുടെ പുറകെ വരും. ഒന്നിനും കുറവ് വരത്തില്ല, ഒന്നിനും കുറവ് വരത്തില്ല. എടുക്കും തോറും വർദ്ധിക്കും. അങ്ങനെ പറയണേ, എടുക്കും തോറും വർദ്ധിക്കും, ഇരട്ടി ഉണ്ടാകും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി പറഞ്ഞിട്ട് പ്രയർ റിക്വസ്റ്റുകൾ ഈ സമയത്ത് ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പ്രയർ ലൈൻ നമ്പർ ഉണ്ട്, നിങ്ങളുടെ കാണാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾ അയക്കുക. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ. എന്റെ പേര് മനു എന്നാണ്, ഏറ്റുമാനത്തിൽ നിന്നാണേ. ബ്രദറെ, എൻ്റെ ഒരു ആന്റിയുടെ കാല് കുറച്ച് ദിവസമായിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു.
ഇപ്പോഴും ബ്രദർ പ്രാർത്ഥിച്ച് കാലിൽ തൊട്ട് എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അത് പൂർണ്ണമായി മാറിപ്പോയി. ഇത്ര ദിവസം വേദന ഉണ്ടായിരുന്നു, ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ച വേറെ ഒട്ടും വേദനയില്ല. ഇല്ല ആൻറ്റി, ഞാൻ വേറൊരു വീട്ടിലായിരുന്നു താമസം. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇത് കേൾക്കുമല്ലോ. അപ്പോൾ ആൻറ്റിയുടെ പറഞ്ഞു, ആൻറ്റി അപ്പം വേദനയുള്ള സ്ഥലത്ത് കാലിൽ പ്രാർത്ഥിക്ക്, ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി പോയി. ഓ നന്ദി കർത്താവ്. അത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരന്റെ അകത്ത് ദൈവം കൊടുത്ത വിശ്വാസത്തെ കർത്താവ് അവിടെ പ്രദർശിപ്പിച്ചു. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് വയറിന് വലിയ സുഖമില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച അതിഭയങ്കരമായിട്ട് വയറുവേദനയൊക്കെ ആയിട്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാതെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അവർ പിടിച്ച് ഇഞ്ചക്ഷനൊക്കെ തന്നെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഭീകരമായ വേദനയായിരുന്നു. ഞാൻ പറ്റാ അവിടെ എന്നിട്ട് വേദന സഹിക്കാൻ പറ്റില്ല, അതുപോലെ വേദനയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അളിയനെ വിളിച്ചു വരുത്തി. ഞാൻ രാത്രി 9 മണിയായപ്പോൾ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോകുന്നു. ഇന്നലെ ഫുഡ് റെസ്റ്റ്, ഇന്ന് റെസ്റ്റ്. കർത്താവ് ഇപ്പോൾ സൗഖ്യം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. അങ്ങ് വിടിവെച്ച കൃപയ്ക്ക് നന്ദി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന് നന്ദി. ഗോഡ് ബ്ലസ് യു വരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ, എൻ്റെ ഹസ്ബൻഡിനെ 2-3 ആഴ്ചയായിട്ട് ഭയങ്കര പനിയായിരുന്നു. എനിക്കും പനിയായിരുന്നു. അതിങ്ങനെ കുറഞ്ഞ് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഞങ്ങള്. എങ്കിലും ഹസ്ബൻഡിന് കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് ലെവലില്ലാത്ത അവസ്ഥ, കംപ്ലീറ്റ് ശരീരം ബലക്ഷയം ഇതെല്ലാമായിട്ട് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സമയങ്ങളോ കാലങ്ങളോ ഒന്നും അറിയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നർസിന് ഞരമ്പിന് ബലക്ഷയമാണ്, മറവി രോഗമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അന്ന് മുതൽ എൻ്റെ കർത്താവിൽ വചനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അത്ഭുതകരമായിട്ടാണ് നോർമലായിരിക്കുന്നത്. ഓ ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ സൗകര്യ ദിവസങ്ങൾ അന്യഭാഷയിൽ പോലും ശക്തമായിട്ട് തന്നെ മുടങ്ങാതെ അല്ലേ ഈ ദിവസങ്ങളിൽ അതാണ് പ്രാർത്ഥനയിലെ യുദ്ധത്തിന്റെ റിസൾട്ടും കൂടെയാണ്. ഡോക്ടർ പറഞ്ഞത് മറവിയാണ്, ഏജിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ട്, രോഗങ്ങൾ ഒത്തിരി ഉണ്ട്, ശരീരത്തിന്റെ അകത്ത് മറവി രോഗങ്ങൾ ഒത്തിരി വന്നു. പക്ഷെ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്തു കർത്താവ് ഇന്ന് ആ ബുദ്ധിമുട്ടുകൾ ഒത്തിരി വിടിവിച്ചു അല്ലേ. പൂർണ്ണ വിടുതൽക്ക് തന്നിരിക്കുന്നു. ഓ ഗോഡ് ബ്ലസ് യു. കഴിഞ്ഞ ദിവസം ബ്രദർ ഈസ്റ്റ് ഹാമിന്ന് വരുന്ന ആ ടൈം ഉണ്ടല്ലോ, വെളുപ്പിന് 3 മണിക്ക്. എനിക്കിപ്പൊ കുറെ ദിവസങ്ങളായിട്ട് വെളുപ്പിനെ കിട്ടത്തില്ല. ചില ദിവസങ്ങളിൽ കിട്ടും. എന്നാലും ഞാൻ ഇരുന്ന് പ്രയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ അന്ന് ഈ കഴിഞ്ഞ ദിവസം 3 മണിയായിട്ട് ഞാൻ ഉണർന്നില്ല. അപ്പൊ ബ്രദർ പറയുന്നു, സഹോദരങ്ങളെ, ഞങ്ങൾ ഈസ്റ്റ് ഹാമിൽ നിന്നുള്ള യാത്രയിലാണ്, അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ചോളുക എന്നിങ്ങനെ പറഞ്ഞോ ബ്രദർ. ഞാൻ പറഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ അത് കേൾക്കുകയാണ്. നല്ല ഉറക്കത്തിൽ ഞാൻ അത് കേട്ടു. അത് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റപ്പോ എന്റെ മൊബൈലൊന്നും ഓണല്ല. ഞാൻ സോമും ഓണല്ല, ഒന്നും ഓണല്ല. പക്ഷെ ഈ ബ്രദർ പറയുന്ന ഈ വാക്കുകൾ ഞാൻ ശക്തമായിട്ട് കേട്ടു. എന്റെ ഹസ്ബൻഡും കേട്ടു. ഹസ്ബൻഡ് കേട്ട് ഒരു മുഴക്കം പോലാണ് ഹസ്ബൻഡ് കേട്ട്. ഞാൻ നല്ല ക്ലിയർ ആയിട്ടും കേട്ടു വിവരം ഇന്നതാണെന്ന്. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് 3 മണിയായി. അന്നേരം ഞാൻ ഓൺ ആക്കുന്നു. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല. കിട്ടാതെ ഞാനൊരു 2-3 മിനിറ്റ് നേരം അതിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ എനിക്കത് കിട്ടി. അങ്ങനെ പോരുമ്പോൾ ഒരാൾ പറയുന്നു, ബ്രദർ ഇങ്ങനെ യാത്രയിലാണെന്നും പ്രാർത്ഥിക്കുന്ന അവര് അങ്ങനെ പ്രാർത്ഥിക്കുന്നപ്പോ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ബ്രദർ പറഞ്ഞത് തന്നെയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്റെ മൊബൈൽ ഓണല്ല. പിന്നെ എങ്ങനെ ഞാൻ കേട്ടു? ഇത് വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട ഒരു സാക്ഷ്യമാണ്. ഇതാണ് സ്പിരിച്വൽ, നമ്മുടെ ആത്മീയ ചെവികൾ ദൈവം തുറന്നു എന്നതിന്റെ വലിയൊരു അടയാളമാണിത്. കാരണം പ്രിയ ആന്റി പറഞ്ഞ ശ്രദ്ധിച്ചോണം, ഫോൺ ഓണല്ലായിരുന്നു. മൊബൈൽ ഫോൺ അതായത് സൂം മീറ്റിംഗ് ആയിട്ട് ഓൺ ആക്കിയില്ല. പക്ഷെ ഞാൻ സൂമിലൂടെയാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ഞാൻ യാത്രയിലാണ്, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി ലേറ്റ് ആയിപ്പോയി. നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് സൂം ഓണല്ല, മീറ്റിംഗ് ഓണായിട്ടില്ല, ആള് വീട്ടിൽ കിടക്കുവാണ്. പക്ഷെ അത് ചെവിയിൽ അത് കേട്ടുകൊണ്ട്, അതാണ് സ്പിരിച്വൽ ഇയേഴ്സ്. നമ്മുടെ ആത്മീയ കണ്ണുള്ളതുപോലെ തന്നെ നമുക്ക് ആത്മീയ ചെവിയുണ്ട്. ഇത് തുറന്നതിന്റെ സൈനാണിത്. അത് കേട്ടു, അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഇടുമ്പോൾ നോക്കി നെറ്റ്വർക്ക് കിട്ടുന്നില്ല.
പക്ഷെ കർത്താവ് അതിന് മുമ്പേ അത് കേൾപ്പിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുക, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ, ഞാൻ എപ്പോഴും പറഞ്ഞു, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഭയങ്കര മാറ്റം സംഭവിക്കുക. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് അതിന്റെ കാര്യം. അന്യഭാഷയിൽ ഉറക്കെ പ്രാർത്ഥിക്കുക ഏത് പാതിരാത്രി ആണെങ്കിലും. കർത്താവിന്റെ നാമത്തിൽ അതിന്റെ അടയാളമാണ് ആ ചെവി, ആത്മീയ ചെവി തുറന്നതിൽ അതിന് പലതും കേൾക്കും. കേട്ടോ, ശ്രദ്ധിച്ചോണം. ദൂതന്മാരുടെ ശബ്ദങ്ങൾ കേൾക്കും, ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, അങ്ങനെ പല ശബ്ദങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിക്കും. അപ്പൊ അന്യഭാഷ കൂടുതൽ പ്രാർത്ഥിച്ചോണം, ആഴമായി ദൈവം തുറക്കും. കേട്ടോ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രത്യേകം ആമേൻ. ബ്രദറിന്റെ ഹസ്ബൻഡിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിൽക്കണം. അത്ഭുതകരമായ വിടുതലാണ്. എങ്കിലും വാർദ്ധക്യമല്ലേ, ഞാൻ ബ്രദറിനോട് പറയുമായിരുന്നു, ഞാൻ ആ അനുഗ്രഹം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്ഭുത സാക്ഷ്യമാണ് എന്റെ നിങ്ങൾ ഹസ്ബൻഡിന്റെ. വാർദ്ധക്യത്തിലുള്ളവരെ, യൗവനക്കാരെ എല്ലാരും കേട്ടോണം. നിങ്ങൾ എല്ലാ ദിവസവും പറയും, എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ശ്രദ്ധിച്ചോണം. മോശ 80-ാം വയസ്സിലും ലക്ഷക്കണക്കിന് അന്നത്തെ വചനം പറയുന്നു, അവന്റെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. കണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ ആ ഏജിങ്ങിനെ അവർ തോപ്പിച്ച ആൾക്കാരാ. അപ്പൊ നമ്മൾ ഈ ദിവസം പറഞ്ഞു, കർത്താവേ, ഓരോ ദിവസവും എന്റെ ആന്തരിക അവയവങ്ങൾ പുഷ്ടി പ്രാപിക്കും, എന്റെ ശരീരം യൗവനക്കാരനെ പോലെ ആകുന്ന. എല്ലാവരും പറയണം, ദിവസവും പറയണം. ദിവ്യ ആരോഗ്യമാണത്. രോഗമില്ലാതെ ഞാൻ ജീവിക്കും, മരുന്ന് കഴിക്കാതെ ഞാൻ ജീവിക്കും. എല്ലാ ദിവസവും നിങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രഖ്യാപിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ വരും ദിവസം എന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, അന്യഭാഷയുടെ ഗുണങ്ങൾ, അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കേട്ടോ, ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു ബ്രദറിന്റെ പറഞ്ഞു. വീണ് മരിക്കേണ്ട സ്ഥാനം ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു സാക്ഷി പറഞ്ഞായിരുന്നല്ലോ. അതെ, ആ സമയത്ത് എനിക്ക് ഭയങ്കര നടുവിനെ സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. കുനിയാനോ നൂരാനോ ഒന്നും വയ്യായിരുന്നു. അത്രയ്ക്ക് അതിവേദനയായിരുന്നു. ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എന്റെ വേദനയെ കർത്താവ് ചുമന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു. ഇന്ന് 10 ദിവസമായി കർത്താവ് അത്ഭുത സൗഖ്യം തന്നു. ഒരു വേദന പോലും ഇല്ല. എന്റെ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു ആശുപത്രി പോയി എക്സ്റേ എടുക്കുക എന്ന് വന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഹസ്ബൻഡും പറഞ്ഞു ആശുപത്രി പോയി എക്സ്റേ. പക്ഷെ ദൈവം അത്ര സൗഖ്യം തന്നു, പൂർണ്ണ വിടുതലായി. ഓ എന്റെ കർത്താവ്, വലിയൊരു കാര്യമാണ് അത്. ഒട്ടും വേദന ഇപ്പൊ ഇല്ല. ഒട്ടും വേദന ഇല്ലാതെ ഓ എന്റെ യേശുവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ആത്മീയ ചെവിയാസ് ആന്റി പറഞ്ഞതുപോലെ തന്നെ ആത്മീയ അന്യഭാഷ പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾക്ക് ശബ്ദങ്ങൾക്ക്, ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി സമയത്താണ്, ഒരു സമയം നോക്കുന്നില്ല, ഏകദേശം ഒരു 3-4 സമയത്താണ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഒരു പള്ളിപ്പെരുന്നാളോ ഒരു അമ്പലത്തിലോ ഒരു സ്ഥലത്ത് പോലും ഉത്സവങ്ങളോ ഒന്നും നടക്കാത്ത സമയം, 3 മണി, ഒരു ഭയങ്കര ലേറ്റ് ടൈമാ. ഞാൻ വ്യക്തമായി സ്വർഗത്തിലെ ആരാധനയുടെ ശബ്ദം, ഞാൻ പുറത്തിറങ്ങി നോക്കി, വീടിന്റെ പുറത്ത് രാത്രിയിൽ കൂരിരുട്ടത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കി, എവിടെയെങ്കിലും ഇങ്ങനെ വേറെ ശബ്ദമുണ്ടോ? ഇല്ല. വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ ശബ്ദം ഞാൻ കേൾക്കുക. അപ്പൊ നമ്മുടെ ആത്മീയ ചെവികൾ തുറന്നു കഴിഞ്ഞാൽ സ്വർഗീയ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും, സ്വർഗീയ ആരാധനകൾ നമ്മുടെ ചെവിയിൽ വരുകൊണ്ട് വെറുതെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കുമുണ്ട്, പാതിരാത്രി നേരം വെളുക്കുമ്പോൾ 3 മണിക്കുമുണ്ട് അന്യഭാഷ. അതിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വെറുതെ നിങ്ങൾ എനിക്കറിയാം ഉറക്കത്തിന്റെ ക്ഷീണം നമ്മളെ ഒത്തിരി അകറ്റുന്നുണ്ടെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രവൃത്തികൾ കാണാൻ പറ്റും. ഞാനും പലപ്പോഴും ക്ഷീണിച്ച് അവശനായി കിടന്നു പോകാറുണ്ടെങ്കിലും മാക്സിമം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമ്മളെ തന്നെ നമ്മൾ ഉന്തുന്നവരാകണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, മാഞ്ചസ്റ്ററിലുള്ള വെയിൽസ് ആണോ? മാഞ്ചസ്റ്റർ വേറെ റൂട്ടല്ലേ? അവിടെ വെയിൽസ് ഉണ്ടോ? അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മോളൊക്കെ അവിടെയാ. അവള് പറഞ്ഞു അവിടെ ഒരു വെയിൽസ് ഉണ്ട്, അവിടെ ആണോന്ന് ചോദിച്ചു. അല്ല, ഇത് ഒറിജിനൽ വെയിൽസ് സിസ്റ്ററെ, ഒറിജിനൽ കാഡിഫ് ഒക്കെ ഉള്ള ഒറിജിനൽ വെയിൽസ്. ശരി ശരി. വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, കൗണ്ട് ഇതുണ്ടല്ലോ, അതാണേ. മാഞ്ചസ്റ്റർ ഉള്ളതല്ല, മാഞ്ചസ്റ്റർ വേറെ റൂട്ടാ. മാഞ്ചസ്റ്ററിലും വരുന്നുണ്ട് ഞാൻ. മാഞ്ചസ്റ്റർ നമ്മളൊരു പ്രയർ പിന്നീട് എപ്പോഴെങ്കിലും ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ മോളോട് നോട്ട് ചെയ്യാൻ പറ കേട്ടോ. മാഞ്ചസ്റ്ററിലും ഉണ്ട്. ശരി. ഗോഡ് ബ്ലസ് യു. എന്തോ പറഞ്ഞു? ഒരു ഡൗട്ട് പറഞ്ഞല്ലോ. ബ്രദർ നേരത്തെ ഒരു ആലോചന പറഞ്ഞല്ലോ, ഒരു ശ്രീകുമാറുമായിട്ട് ബന്ധപ്പെട്ട്. അത് എന്റെ അമ്മയുടെ ഒരു വസ്തുവിന്റെ കേസിന്റെ എതിർ കക്ഷിയുടെ പേരാ ശ്രീകുമാർ. സിസ്റ്റർ, ഞാൻ ആധാരത്തിൽ പേര് കാണുന്ന ശ്രീകുമാർ.
ആധാരത്തിലുള്ള പേരാ ശ്രീകുമാറിൻ്റെത്. ആ വ്യക്തിക്ക് വേണ്ടി ശ്രീകുമാറിന്റെ പേരിലെ ആധാരം ഉള്ളത്. അത് പ്രാർത്ഥിച്ചോണെ, ദൈവം ഒരു അത്ഭുതമാക്കാൻ പോവാ കേട്ടോ. ശരി. ഗോഡ് ബ്ലസ് യു. ബ്രദറെ ഒരു സംശയം എന്താ? എനിക്ക് ചോദിച്ചോട്ടെ? സാക്ഷ്യം പറയാനുണ്ട്. ആ പിന്നെ എനിക്ക് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ചെവിയിൽ കേൾക്കാണ്ടില്ലത്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ കടന്നേരം ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചയായിരുന്നു, കൂക്കുന്ന പോലത്തെ ഒച്ചയായിരുന്നു. എന്നിട്ട് അതിന് ഭയങ്കര സൗണ്ട്, കിടക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനത്തെ സൗണ്ടായിരുന്നു. രാവിലെ എനിക്ക് 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കാനൊന്നും ആകുന്നില്ല. പിന്നെ എന്നിട്ട് ഇന്ന് ഞാൻ എനിക്ക് ജോലിക്ക് പോയിട്ട് വന്നേരം ഇപ്പോൾ വന്ന് കയറിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെ നമ്മളെ 91 സങ്കീർത്തനം അത് എഴുതി പ്രാർത്ഥിച്ച് എന്നിട്ട് വിശ്വാസ പ്രഖ്യാപനം ചൊല്ലി അത് കഴിയുമ്പോഴേക്ക് പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അന്നേരം ചെവിയിൽ കൈവച്ചിട്ട് ബ്രദർ പറയുമ്പോൾ പ്രാർത്ഥിച്ച് അപ്പോൾ ആ ഒച്ച പോയി. ഇപ്പൊ ബുദ്ധിമുട്ടില്ല അവിടെ? ഇല്ല ഇപ്പൊ ഒച്ചയില്ല, പിന്നെ ഇത് തീരെയില്ല ഒച്ച. ഇപ്പൊ ചെവിക്ക് കുഴപ്പമില്ല? ഇല്ല. കേൾക്കാൻ പറ്റുന്നുണ്ട്? സൗഖ്യം തന്ന കൃപക്ക് നന്ദി. നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? കറിയാന്ന് പറഞ്ഞ എന്റെ മോളാണ് ഞാന്. അപ്പം എന്റെ കയ്യില് വലം കയ്യിൽ ഒരു താക്കോൽ എന്ന് പറഞ്ഞ ഞാൻ ഒരു വിഷയത്തിന്മേൽ ഈ കൈക്കകത്ത് പിടിച്ചു മടക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. എന്റെ മകന് വേണ്ടി. മകൻ ഉദരസംബന്ധമായ രോഗത്താൽ ബ്ലഡ് വരെ വയറ്റിൽ നിന്ന് പോകുന്നു. ഞാൻ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം എനിക്ക് വേണ്ടി അതൊരു അത്ഭുതം ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതാണോ പാസ്റ്റർ പറഞ്ഞ അന്നേരം? സിസ്റ്ററെ, എന്തായാലും ഇത് ഏറ്റെടുത്തോണം. കറിയയുടെ സ്മോളുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാണ്. ആ വ്യക്തി നിങ്ങൾ ഏത് ഭാരത്തിലിരിക്കുന്നോ പറഞ്ഞോണം, കർത്താവ് ഇന്ന് ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് എൻ്റെ ദൈവം എന്നെ കണ്ടതാണ്, ഞാനത് ദൈവം ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങളത് ആമയം പറഞ്ഞ് ഏറ്റെടുത്തോണം. അതിന്റെ റിസൾട്ട് ദൈവം ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ഭാരപ്പെടുന്ന വിഷയം മോന്റെ വിഷയമാണല്ലോ, ദൈവം അതിന്റെ അകത്ത് ഒരു അത്ഭുതം ചെയ്തിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ. പാസ്റ്റർ, നിങ്ങൾക്ക് എത്ര മണിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടൂ? സിസ്റ്റർ, നമ്മൾ രണ്ടുപേരും 2 സമയത്താണ് നിൽക്കുന്നത്. ഞാനിപ്പം ഇന്ത്യയിലല്ല. എന്തായാലും സിസ്റ്റർ എനിക്ക് ഒന്ന് എന്നെ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ സിസ്റ്റർ എനിക്കൊരു വോയിസ് റെക്കോർഡ് അയക്കുക കേട്ടോ. എനിക്കൊരു വോയിസ് റെക്കോർഡ് അയക്കുക. ഞാൻ ഫ്രീ ആകുന്ന സമയങ്ങളിൽ ചിലപ്പം വിളിക്കും കേട്ടോ. കാര്യം നമ്മുടെ സമയം 2 സമയങ്ങളിലാണ്. ചിലപ്പോൾ ഞാൻ രാത്രി ആയിരിക്കും, നമ്മളവിടെ രാവിലെ ആകുന്നത്. 2 സമയത്താണ് നിൽക്കുന്നത്. എങ്കിലും എനിക്ക് വിളിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഗോഡ് ബ്ലസ്. അയച്ചോ. വോയിസ് റെക്കോർഡ് ആയിട്ട് അയച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോ. ഈ മാസം 15-ാം തീയതി പ്രയറിന്റെ സമയത്ത് ജിജിനെ കർത്താവ് തൊടുന്നു. മാർച്ച് മാസമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു തോമസിലൂടെ ഒരു മാറ്റം വരും. 7 വർഷമായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. തോമസിനെ അറിയുമെന്ന് ചോദിച്ചപ്പം ഞാൻ ഓർത്ത് രക്ഷിക്കപ്പെട്ടതാണല്ലോ. തന്നെ 2 ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ പേരും തോമസ് ആയിരുന്നു. ഒരു ചേച്ചിയുടെ ചേട്ടൻ മരിച്ചുപോയി, വേറെ ചേച്ചിയുടെ ചേട്ടൻ തോമസ് ആണ്. അപ്പൊ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്നോർത്ത് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. അത് കുഴപ്പമുണ്ടോ ബ്രദറെ? ഞാൻ അത് ഏറ്റെടുത്തായിരുന്നു. ഞാൻ സിസ്റ്റർ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ദൈവം നമ്മളോട് ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പം നമുക്കതിൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് വെളിപ്പെടും. അപ്പം അവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒന്നുമല്ല. ചിലപ്പം കുടുംബത്തിന്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ മാത്രം യേശുവിലേക്ക് വന്നിട്ടുള്ളായിരിക്കാം. ദൈവം ചില വ്യക്തികളെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാനും ആ വ്യക്തികളിലൂടെ ചിലപ്പോൾ ദൈവം ചില പ്രവർത്തി ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം അവർ രക്ഷിക്കപ്പെട്ടോ വിടാത്തോ നമ്മുടെ വിഷയമല്ല കേട്ടോ. അപ്പം ഇനി എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ അവർ വിശ്വാസി അല്ലല്ലോ നോക്കുകയാണ്. പലരും പറയും ബ്രദർ അവർ വിശ്വാസികളല്ല. അത് നമ്മുടെ വിഷയമല്ല. ദൈവം ചിലപ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാണുന്നതായിരിക്കും. മനസ്സിലായോ? അങ്ങനെ വരുമ്പം അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക, ശ്രദ്ധിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഈ സമയത്തെ പ്രാർത്ഥന യൂട്യൂബിൽ കണ്ടില്ലായിരുന്നല്ലോ. അത്
ഏതോ ഒരു ദിവസത്തെ പ്രാർത്ഥന നമുക്ക് എനിക്ക് കട്ടായി പോയിട്ടുണ്ട്. ഒന്നല്ല 2-3 പ്രാർത്ഥന കട്ടായിട്ടുണ്ട്. ചിലത് റെക്കോർഡ് ചെയ്തിട്ട് ക്ലിയർ ആകാതെ വന്നതുകൊണ്ട്. അപ്പം അങ്ങനെ 1-2 കിടപ്പുണ്ട്. നോക്കട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അന്വേഷിച്ച് നോക്കട്ടെ കേട്ടോ. എനിക്ക് ടൈം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നോക്കാൻ പറ്റാൻ. ഞാൻ നോക്കിയിരുന്നത്. ഇനി വീണ്ടും സെർച്ച് ചെയ്യേണ്ടി വരും ഇതെല്ലാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞു. തോമസിന്റെ കാര്യം വേണ്ടിട്ട് പറഞ്ഞില്ലേ, അപ്പൊ മോടെ കാര്യത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഡിസംബറിലാണ് അവള് ജനിച്ചത്. അത് ഏറ്റെടുത്ത് സിസ്റ്റർ, കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ഹലോ ബ്രദറെ. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, ഇന്ന് വെളുപ്പിനെ ആയപ്പോഴുണ്ടല്ലോ കുഞ്ഞിന് ഇന്ന് പരീക്ഷ ഉള്ള ദിവസമായിരുന്നേ. അപ്പൊ അവന് പെട്ടെന്ന് ലൂസ് മോഷൻ വന്നു. അപ്പൊ എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞ് പെട്ടെന്ന് അശ്വതി ചേച്ചിനെയും വനിതാസിസ്റ്ററിനെയും ഞങ്ങൾക്ക് കുഞ്ഞ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഹരിദാസിസ്റ്ററും നമ്മുടെ സ്കൂളിലുള്ള അശ്വതി ചേച്ചി ഹരിദാസിസ്റ്ററും പ്രാർത്ഥിക്കുമ്പോഴേ അവന് പെട്ടെന്ന് വിടുതൽ ലഭിക്കുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, അമ്മേ ഞാൻ സിസ്റ്ററിനെ വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ അവൻ വിളിച്ചേ. അവൻ പ്രാർത്ഥിച്ചു. അവന് പൂർണ്ണമായി സൗഖ്യം കർത്താവ് കൊടുത്തു ബ്രദറെ. എന്റെ പരീക്ഷയ്ക്ക് പാലായിലായിരുന്നു പോകേണ്ടിയിരുന്നത്. അത് പരീക്ഷ എഴുതാനും ഒക്കെയും കർത്താവ് അവനെ സഹായിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം, അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഒരു ആവശ്യം വന്നപ്പം പെട്ടെന്ന് തന്നെ അവൻ ഓർത്തു. ആ കർത്താവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യവുമായി അവൻ ആ പരീക്ഷ എഴുതുവാനും സാധിച്ചു. തലമുറകൾ ക്രിസ്തുവിൽ വളരട്ടെ, അനേകർക്കൊരു മാതൃകയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ആയിരിക്കും നിടപ്പെടുത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാലേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാട്ടെ. ഈ നിമിഷം നമുക്ക് വൈകിട്ട് അന്യഭാഷാ പ്രാർത്ഥന എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 3 മണിക്കുണ്ട്. രാത്രിയിൽ നേരം വെളുക്കുമ്പോൾ ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന അതേ ലിങ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് കർത്താവ് കാണിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ആയിരിക്കും നിരപ്പെടുത്തിരുന്നുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. എൻ്റെ കൂടെ എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ കാണണം. വിശ്വാസ കണ്ടുകൊണ്ട് വേണം നമ്മൾ പറയാൻ. അത് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയാൽ നിറയും